പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 29-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 19-ാം വാക്യം. ജെറമ്യ ചാപ്റ്റർ 51 വേഴ്സ് 19 നാം ഇപ്രകാരം വായിക്കുന്നു: യാക്കോബിന്റെ ഓഹരിയായവൻ ഇവയെപ്പോലെയല്ല, അവൻ സർവത്തെയും നിർമ്മിച്ചവൻ. ഇസ്രയേൽ അവന്റെ അവകാശ ഗോത്രം, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. കരയുന്ന പ്രവാചകൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന യിരെമ്യാവിനാൽ ഇസ്രയേൽ ജനത്തോട് ധാരാളം ദൂതുകൾ ദൈവം അരുളി ചെയ്യുന്നു. നാം ഈ 51-ാം അധ്യായം പ്രത്യേകാൽ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തി, വലിപ്പം, മഹത്വം എത്രത്തോളം ഉന്നതമാണ്, ശ്രേഷ്ഠമാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. അതെ, ദൈവം തന്റെ നാദത്താൽ സകലത്തെയും ക്രമീകരിക്കുന്നു. ദൈവം സകലത്തെയും സൃഷ്ടിച്ച് അതാത് സ്ഥാനങ്ങളിൽ പരിപാലിക്കുന്നു. ആകാശത്ത് വെള്ളം ഉറഞ്ഞു കൂടുന്നത് പോലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിലാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ മൂഢനായ മനുഷ്യൻ ബിംബത്തെ കൊത്തിയുണ്ടാക്കുന്നു, അവയെ നമസ്കരിക്കുന്നു, അവയെ ആരാധിക്കുന്നു. അവയ്ക്ക് ശ്വാസമില്ല, വെറും മായയാണ്, മിഥ്യയാണ്. ഇത് മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ, വിദ്യാസമ്പന്നരും വിദ്യാവിഹീനരും ഒരുപോലെ ഈ മൂഢത്തരം ചെയ്തു പോരുന്നു. ദൈവത്തിന്റെ സന്ദർശന സമയത്ത് ഇവയെല്ലാം നിഷ്ഫലമായി പോകും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് നാം വായിച്ചു കേട്ട 19-ാം വാക്യം പറയാണ്: യാക്കോബിന്റെ ഓഹരിയായവൻ ഇവയെ പോലെയല്ല. മേൽ പറയപ്പെട്ട ശ്വാസമില്ലാത്ത, ജീവനില്ലാത്ത, മൂഢത്വമായ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. വിളിച്ചാൽ വിളിപ്പുറത്തിറങ്ങി വരുന്ന ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും ഈ ദൈവത്തിന്റെ ഓഹരിക്കാരായി മാറണം. ഇത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. നാം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതിന് പകരമായി ഒരു കാരണവശാലും അന്യാരാധനയ്ക്കോ അന്യവിശ്വാസങ്ങൾക്കോ പോകാൻ പാടില്ല എന്ന് വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ ജീവിതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വിഷമഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നവർ ഓർക്കുക, യഹോവ എന്നാകുന്നു അവന്റെ നാമം. അതെ, ഞാനും നിങ്ങളും യാക്കോബിന്റെ ഓഹരിയിൽപ്പെട്ടവരാണോ? ഇസ്രയേൽ അവന്റെ അവകാശ ഗോത്രമാണ്. അതെ, പുതിയ നിയമ ഇസ്രയേൽ ആയിരിക്കുന്ന യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട ഞാനും നിങ്ങളും ഈ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രമായിരിക്കണം. അങ്ങനെയെങ്കിൽ നിശ്ചയമായും നമ്മെ പരിപാലിക്കുന്ന, നടത്തുന്ന, കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ചൊല്ലി, അത് ആൺമക്കളായിക്കൊള്ളട്ടെ പെൺമക്കളായിക്കൊള്ളട്ടെ, വിവിധങ്ങളായ വിഷമങ്ങൾ നിങ്ങൾ പേറുന്നുണ്ടോ, ഭാരപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ കൂടെ നിന്ന്
പഠിക്കുകയോ ജീവിക്കുകയോ ചെയ്യുന്ന മക്കളാണോ? നിങ്ങളെ വിട്ട് ചില വർഷങ്ങളായി വിദൂരത്താണോ? അവരുടെ പ്രശ്നം എന്താണ്? അവരുടെ നിലനിൽപ്പാണോ? ജോലിയാണോ? പഠനമാണോ? വിസയാണോ? അതോ നിങ്ങളുമായിട്ട് ചില നാളുകളായി ബന്ധമില്ലാതെ അകന്ന് കഴിയുകയാണോ? എന്താണ് നിങ്ങളുടെ വിഷയം? ഇന്ന് ഈ ദൈവത്തോട് പറയുക, കർത്താവേ, എൻ്റെ വിഷയം ഇതാണ്. ഞാൻ അങ്ങയിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. അവിടുന്ന് ഇടപെടണമേ. ഞാൻ വിളിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് ഇറങ്ങി വരുന്ന ദൈവത്തെയാണ്. ആ വിശ്വാസത്തോടെ ഞാൻ അടുത്തു വരികയാണ്. നമുക്കൊന്ന് തുറന്ന് പറയാം. എന്നെ കേൾക്കുന്ന പ്രിയ പിതാക്കന്മാരെ, പ്രിയ അമ്മമാരെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടാവാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ മാസം അവസാനിക്കുകയാണ്. ഈ ഓഗസ്റ്റ് 31-നകം നേടിയെടുക്കേണ്ട പല കാര്യങ്ങൾ ഇന്നുവരെയും എങ്ങും എത്താതെയായി നിൽക്കുന്നുണ്ടോ? നിയമക്കുരുക്കുകൾ നിങ്ങളെ വല്ലാതെ പിടിമുറുക്കുന്നുണ്ടോ? കൊടുത്തു തീരേണ്ടതായിട്ടുള്ള ബാധ്യതകൾ ഇവയൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടോ? ബിസിനസ്സിൽ പലവിധ തടസ്സങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായി പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ? നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ നിങ്ങളെ ചതിച്ച് വഞ്ചിച്ച് നിങ്ങൾ സാമ്പത്തികമായും മാനസികമായും തകർന്നിരിക്കുകയാണോ? നമുക്ക് അടുത്ത് ചെല്ലുവാൻ ഒരിടമുണ്ട്. യഹോവ എന്നാകുന്നു അവന്റെ നാമം. അതെ, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഞാനും നിങ്ങളും ഹൃദയം നൊന്ത് തകർന്ന് കണ്ണുനീരോട് അടുത്ത് ചെല്ലുമ്പോൾ അത് ക്ഷമയോടെ കേൾക്കുന്ന ഒരു ദൈവം, കൃത്യമായ മേഖലയിൽ നമുക്ക് വേണ്ട കൃത്യസമയത്ത് പരിഹാരം നൽകിത്തരുന്ന ഒരു ദൈവം. ഈ ദൈവത്തെ പോലെ വലിയവനായ ദൈവം ആരുള്ളൂ? അതെ, ആ ദൈവം ഇന്ന് പകൽ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും, നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും, നിങ്ങളെ വിട്ട് വിദൂരങ്ങളിലായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും, മക്കളെയും, മരുമക്കളെയും, കൊച്ചുമക്കളെയും എല്ലാവരെയും പരിപാലിക്കട്ടെ. നിങ്ങളുടെ ഈ ദിവസങ്ങളിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം ഇടപെടട്ടെ. മറക്കരുത്, യഹോവ എന്നാകുന്നു അവന്റെ നാമം. അതിന് മുകളിൽ ഒരു നാമമില്ല, ഒരു ശക്തിയില്ല, ഒരു പ്രവൃത്തിയില്ല, ഒരു ഇടപെടലില്ല. അതെ, അത്രമാത്രം ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയുമായ ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ആ ദൈവം ഇന്ന് നമ്മുടെ വിഷയത്തിന്മേൽ ഇടപെടട്ടെ. ഒരു വലിയ വിടുതൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഭവിക്കുവാൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ എല്ലാവിധ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ പകരട്ടെ. നിങ്ങൾക്കത് ഒരു വലിയ വിടുതലും ആശ്വാസവുമായി തീരട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വേദനയിലും സങ്കടത്തിലും വിഷമത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ജീവനുള്ള ദൈവത്തെ നോക്കി വിളിച്ചാൽ യാക്കോബിന്റെ ഓഹരിയായവൻ, യഹോവ എന്ന നാമമുള്ളവൻ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുമെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പ, വ്യക്തിപരവും കുടുംബപരവും സഭാപരവും സാമ്പത്തികപരവും ആരോഗ്യപരവും മാനസികപരവുമായി വിവിധ വിഷയങ്ങൾ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. എന്നാൽ ഒന്ന് ഞങ്ങൾക്കറിയാം, എല്ലാത്തിനും അവിടുന്ന് മതിയായവനാ. ആ ദൈവത്തിൽ ഈ പ്രഭാതത്തിൽ ആശ്രയിക്കുകയാ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമാക്കണമേ. കർത്താവ്, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവിക കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്വർഗം പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, യാക്കോബിന്റെ ഓഹരിയായവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ വിഷയത്തിന് മറുപടി തരും.
മറ്റു ദൈവങ്ങളെ പോലെ അല്ല നമ്മുടെ ദൈവം. യഹോവ എന്നാകുന്നു അവന്റെ നാമം. ആ നാമത്തിങ്കൽ സകലവും നടക്കും. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ഇന്ന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. നിങ്ങൾ കാത്തിരിക്കുന്ന, പ്രാർത്ഥനയോടെ പ്രതീക്ഷിക്കുന്ന ആ വിഷയത്തിന്മേൽ ഇന്ന് നിശ്ചയമായും ദൈവം ഇടപെടും, പ്രവർത്തിക്കും. അതിന്മേൽ ഒരു വലിയ അത്ഭുതം നിങ്ങൾ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇന്നത്തെ ദിനം സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനവും ധ്യാന ചിന്തയും നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.